ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോബി മഞ്ചൂരിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ചോറ്, ചപ്പാത്തി അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗോബി മഞ്ചൂരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു വലിയ കോളിഫ്ലവർ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലീഫൊക്കെ കളഞ്ഞിട്ട് ഇതിനെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, വലിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ കൂടുതൽ സമയം തിളപ്പിക്കണ്ട. ഇപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ വെള്ളത്തിൽ നിന്ന് വാർത്തു മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് മുക്കി പൊരിക്കാനുള്ള ഒരു മാവ് റെഡിയാക്കണം. ഇതിനായിട്ട് ഞാൻ 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണോളം തന്നെ സോയാ സോസ്, ഇവയെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാവ് പോലെയാക്കി കലക്കിയെടുക്കുക. അധികം ലൂസായി പോവരുത് കേട്ടോ. കട്ടിയിൽ തന്നെ വേണേൽ കലക്കിയെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇത് കോളിഫ്ലവറിൻ്റെ അകത്തേക്ക് ചേർക്കുവാണ്. എന്നിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ കോളിഫ്ലവറിലൊക്കെ മസാല നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചൂടായ എണ്ണയിലിട്ടൊന്ന് നല്ല പോലെ വറുത്തെടുക്കുക. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് വറുത്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കോരി മാറ്റിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവറിൻ്റെ പീസ് മുഴുവനും വറുത്തെടുത്തിട്ട് വരാം. ഇനി ഞാനിപ്പോൾ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ കോളിഫ്ലവർ നമ്മൾ വറുത്തെടുക്കാൻ ഉപയോഗിച്ച എണ്ണയിൽ നിന്നും 4 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, 1 ക്യാപ്സിക്കം സ്ക്വയറായി കട്ട് ചെയ്തത്, 2 സവാള സ്ക്വയറായി കട്ട് ചെയ്തത്, ഇവയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് സവാളയും ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല പോലെ വഴണ്ട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ചേർക്കുവാണ്. എന്നിട്ട് കളറിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോഴത്തേക്കിന് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളത്തിലൊന്ന് നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ 2 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രേവി ടൈപ്പ് വേണ്ടവർ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാത്തവർക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. തിളച്ച് വരാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇതിങ്ങനെ കട്ടിയായിട്ട് വരാനായിട്ട് തുടങ്ങും കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെ കട്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തി, ദോശ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.